പാലക്കാട് കുഴൽമന്ദത്ത് കിണറിൽ വീണയാൾ മരിച്ചു. കുഴൽമന്ദം സ്വദേശി സുരേഷ് ആണ് മരിച്ചത്. കിണറ്റിലുണ്ടായിരുന്ന മറ്റു 3 പേരെ രക്ഷപ്പെടുത്തി. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, രക്ഷപ്പെടുത്താനുള്ള മാർഗമെല്ലാം സ്വീകരിച്ചിരുന്നു, പക്ഷേ അത് വിഫലമായിരിക്കുന്നു. എന്താണ് അറിയാൻ കഴിയുന്നത്? പൂജ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കുഴൽമന്ദത്തെ സുരേഷ് അടക്കമുള്ളവർ കിണർ വൃത്തിയാക്കുകയായിരുന്നു, പൊതുകിണർ വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. കിണറിന്റെ തിട്ട ഇടിഞ്ഞു വീണു. സുരേഷ് ഈ തിട്ടയ്ക്ക് മുകളിലാണ് നിന്നിരുന്നത്. അത് സുരേഷിനോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന 2 പേരും ഇതിലേക്ക് വീണിരുന്നു. പക്ഷെ അവരെ വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറ്റാൻ കഴിഞ്ഞു. പക്ഷേ സുരേഷ് നേരെ ഈ മണ്ണിനടിയിൽപ്പെട്ടതാണ് അപകടം ഇടയാക്കിയത്. സുരേഷിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സും കുഴൽമന്ദത്ത് നിന്നും പാലക്കാട് നിന്നും ആലത്തൂരിൽ നിന്നുമെല്ലാം ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തി 2 മണിക്കൂറിനടുത്ത് ഒരു തിരച്ചിൽ നടത്തി. ആ പ്രവർത്തനത്തിനൊടുവിലാണ് സുരേഷിനെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ സുരേഷിന്റെ ജീവൻ നഷ്ടമായിരുന്നു. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. ഏതായാലും വളരെ വിഷമകരമായ കാര്യം, ഉച്ചയ്ക്ക് ശേഷം വിഷുവിന് ഉച്ചയ്ക്ക് സമയത്ത് ഒരു പൊതു കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായത്. മറ്റ് 2 പേർ രക്ഷപ്പെട്ടു എന്നുള്ളതാ. ഇത് സുരേഷിനോടൊപ്പം ഈ കിണറിൽ വീണ മറ്റ് 2 പേർ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഗോകുലി, മറ്റു 3 പേരെയാണല്ലോ രക്ഷപ്പെടുത്തിയത്. ഇവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇവരോടൊപ്പം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അവരുടെ ഒരു ആരോഗ്യനിലയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെ ലഭിക്കുന്നു? അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഇവർ വീഴുമ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിൽ കയർ, അതായത് ആദ്യം ആ കിണറിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ കയറുണ്ടായിരുന്നു. അവർക്ക് ഈ ഇടിഞ്ഞു വീഴാൻ പോയപ്പോൾ തന്നെ കയറിൽ പിടിച്ച് കയറാൻ കഴിഞ്ഞു. സുരേഷിനോടൊപ്പം ഈ വെള്ളത്തിലേക്ക് വീണവർ ആ മണ്ണിന്റെ മുകൾ വശത്താണ് വീണത്. അതുകൊണ്ട് തന്നെ അവരെ വളരെ പെട്ടെന്ന് തന്നെ കരയ്ക്ക് ഉണ്ടായിരുന്നവർക്ക് കയറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ സുരേഷ് ഈ മണ്ണിന്റെ തിട്ടയ്ക്കിടയിൽ അടിയിൽപ്പെട്ടതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. വിഷുദിനത്തിലെത്തിയ ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇന്ന് അവധി ദിനമായതുകൊണ്ട് കൂടിയാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് പൊതുക്കിണർ വൃത്തിയാക്കാൻ തുടങ്ങിയത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്.